ഗൾഫ് ഗാർഡനിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൾഫിൽ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രധാന പ്രശ്നമാണ് മണ്ണില്ല, അതുപോലെ സ്ഥലമില്ല എന്നൊക്കെയുള്ളത്. അപ്പോൾ മണ്ണില്ലെങ്കിലും സ്ഥലമില്ലെങ്കിലും നമുക്ക് ഇലക്കറികളെങ്കിലും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും ട്രൈ ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഇത് ഇലക്കറികൾ കഴിക്കുമ്പോൾ നമുക്കറിയാം ധാരാളം വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഫൈബറും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭക്ഷണമാണ്. അപ്പോൾ അത് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനും ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മുടെ വീടുകളിലുള്ള പയർ, പരിപ്പ്, കടല തുടങ്ങിയുള്ള സാധനങ്ങളാണ്. ഇത് നമുക്ക് രാത്രി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഈ കുതിർന്നത് നമുക്ക് ഒരു ദിവസം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിൽ മുള വരും. മുള വന്നതിന് ശേഷമാണ് നമ്മളിത് പാകുന്നത്. വെള്ളത്തിൽ നിന്ന് എടുത്തു വെച്ച ശേഷം ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ മുള വരുന്നതാണ്. മുള വന്നതിന് ശേഷം നമുക്ക് പാകി കൊടുക്കാം. അപ്പോൾ മണ്ണില്ലാതെ ഇനി എങ്ങനെയാണ് ഇലക്കറികൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ മെത്തേഡ് ചകിരിച്ചോറ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. മണ്ണിന് പകരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഉപാധിയാണ് ഈ ചകിരിച്ചോറ്. ചകിരിച്ചോറ് വളരെ വിലക്കുറവാണ്. ഇവിടെ എല്ലാ നഴ്സറികളിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതുമാണ്. ആദ്യത്തെ മെത്തേഡ് ചകിരിച്ചോറ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇലക്കറികൾ വളർത്താമെന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതുപോലെ ഒരു ഡിസ്പോസബിൾ ബോക്സ് എടുക്കുക. ഹോൾസ് വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഹോൾസ് ഇടാതെയാണ് നമ്മൾ ചകിരിച്ചോറ് ഇട്ട് വെച്ചിട്ട് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല, വിത്തുകളെല്ലാം ചീഞ്ഞു പോകും. ഇനി അതല്ല ഹോൾസ് ഉള്ള പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഹോൾസ് ഉള്ള പാത്രത്തിന് അടിയിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റായിട്ടുള്ള പാത്രം കൂടി വെക്കുക. ആ വെള്ളം എക്സ്ട്രാ വരുന്ന വാട്ടർ ഹോൾഡ് ചെയ്യാൻ വിധത്തിൽ ഒരു പാത്രം കൂടി അടിയിൽ വെക്കുക. നമുക്ക് ആദ്യം കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മുളച്ച് വെച്ചിട്ടുള്ള ഈ പയറോ പരിപ്പോ അല്ലെങ്കിൽ കടല തുടങ്ങിയ മുളപ്പിച്ച് വെച്ചിട്ടുള്ളത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു ലെയർ ചകിരിച്ചോറ് ഇട്ടതിന് ശേഷം മൂടാം. കംപ്ലീറ്റ് ആയിട്ട് അതിനെ മൂടി വെക്കാം. നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെള്ളം സ്പ്രേ ചെയ്താൽ മാത്രം മതി, ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഡെയിലി 1-2 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കൂടുതലാകാനും പാടില്ല, കുറവാകാനും പാടില്ല. ഇത് നമുക്ക് റൂമിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാവുന്നതാണ്. സൺലൈറ്റ് കിട്ടുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ വെക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടി ഗ്രോത്ത് കിട്ടുന്നത് അതിൽ കാണാറുണ്ട്. ഇത് നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് വളർത്താവുന്നതേ ഉള്ളൂ. പുറത്തേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഇൻഡോർ പ്ലാന്റ്സ് പോലെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ വെക്കാവുന്നതാണ്. സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ്. കുറച്ചും കൂടി വലിയ ലീവ്സൊക്കെ ഉണ്ടാവാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ കൂടിയും പ്രശ്നമില്ല. നമ്മുടെ റൂമിലെ ലൈറ്റ് തന്നെ മാത്രം മതിയാകും ചെടി ഫുള്ളായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മണ്ണും ചകിരിച്ചോറും ഇല്ലെങ്കിലും നമുക്ക് ഇലക്കറികൾ വളർത്താവുന്നതേ ഉള്ളൂ. അതിന് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള ടിഷ്യൂ പേപ്പർ മാത്രം മതി. ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇലക്കറികൾ വളർത്തുന്നതെന്ന് നോക്കാം. ഒരു 3-4 ഇഞ്ച് ഹൈറ്റുള്ള ഒരു ഡിസ്പോസബിൾ ബോക്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് ഒരു 3-4 ടിഷ്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 4 ടിഷ്യൂവോളം നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മുളച്ച വിത്തുകൾ ഇതിലേക്ക് പാകാവുന്നതാണ്. അതിനുശേഷം ഈ മുളകളുടെ മേലെ നമുക്ക് പിന്നെ ടിഷ്യൂ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഓപ്പണായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. വേറെ ഒന്നും ഇനി നമുക്ക് ചെയ്യേണ്ടതില്ല. ദിവസവും രാവിലെയും വൈകുന്നേരവും ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം തളിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കാതെ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ മറ്റുള്ള യാതൊരുവിധ വളങ്ങളോ മറ്റുള്ള ഒന്നും തന്നെ വേണ്ട. നമുക്ക് ഏകദേശം 2 ആഴ്ച ആകുമ്പോഴത്തേക്കും ഇലക്കറികൾ ഹാർവെസ്റ്റ് ചെയ്യാവുന്നതാണ്.
റൂമിനകത്തുള്ള ലൈറ്റിൽ തന്നെ ഇത് നന്നായി വളരും. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ലൈറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ സൺലൈറ്റിൽ കൊണ്ട് വെക്കുകയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ റൂമിൻ്റെ ഉള്ളിലുള്ള ലൈറ്റും ടെമ്പറേച്ചറും മാത്രം മതിയാകും ഇത് നന്നായി വളരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മണ്ണില്ലാത്തതിന് പരിഹാരമായില്ലേ, ഇനി നമുക്ക് സ്ഥലമില്ലാത്തതിനുള്ള പരിഹാരം നോക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഒരു സൈഡിൽ വെക്കാവുന്നതാണ്. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു പച്ചപ്പ് കണ്ടുകൊണ്ട് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഓവൻ്റെ മുകളിൽ വെക്കാം. ഇതുപോലെ ഓവൻ അല്ലെങ്കിൽ ഫ്രിഡ്ജ് അതിനൊക്കെ മുകളിൽ നമുക്ക് മുകൾ ഭാഗം കാലിയായിട്ട് കിടക്കുന്നുണ്ടാകും. അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെ നമുക്ക് ഇലക്കറികൾ വെക്കാവുന്നതാണ്. കാണാനും ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓരോ ആഴ്ചയിലും ഇതൊന്ന് ഇലക്കറികൾ വെട്ടി ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കഴിയും. ഇത് ഗ്രീൻ പീസ് ആണ്. ശരിക്കും നമ്മുടെ വീട്ടിലൊരു ഇൻഡോർ പ്ലാന്റ് വെച്ച പോലുള്ളൊരു ഭംഗി ഇതിനകത്ത് ശരിക്കും കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇത് പിടിച്ച് നിൽക്കുന്നത് കാണാൻ. ഒരു ഇൻഡോർ പ്ലാന്റ്സ് വെച്ചതുപോലെ തന്നെ ഉണ്ടാകും. ഇത് കടലയാണ്. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. ഇതിപ്പോൾ ഇലക്കറികൾ എടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊരു പച്ചപ്പ് കാണുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നമുക്കിതിലൂടെ നടക്കും. ഇത് ടി വിയുടെ സ്റ്റാൻഡാണ്. ടി വിയുടെ സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് ഡൈനിങ് ടേബിളിൽ വെക്കാം, സൈഡ് ടേബിളിൽ വെക്കാം. അതുപോലെ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ വെക്കാം. കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കൂടി കുട്ടികൾക്ക് കിട്ടുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ഏത് തരത്തിലുള്ള പരിപ്പും കടലയും പയറുവർഗ്ഗങ്ങളും ഒക്കെ നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, അതുപോലെ കടുക്, റാഡിഷ്, അതുപോലെ ഉലുവ, ഇതെല്ലാം നമുക്കിതുപോലെ തന്നെ ഇലക്കറികളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇലക്കറികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. മണ്ണില്ലെങ്കിലും സ്ഥലമില്ലെങ്കിലും ഒക്കെ നമുക്ക് അതിനുള്ള പരിഹാരങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃഷി ചെയ്ത് നോക്കുക. വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഇലക്കറികളെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ടിഷ്യൂ പേപ്പറിലാണെങ്കിലും ചകിരിച്ചോറിലാണെങ്കിലും നന്നായിട്ട് ഇലക്കറികൾ വളരുന്നതാണ്. ടിഷ്യൂ പേപ്പറിനേക്കാളും കൂടുതൽ വളർച്ച മിക്കവാറും കിട്ടാറുള്ളത് ചകിരിച്ചോറിൽ വെക്കുമ്പോഴാണ്. ഇലക്കറികൾ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറികളും അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളും ഒക്കെ ആഡ് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഇലക്കറികൾ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. കുറച്ച് വിഭവങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.